ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ട്രേഡേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ തന്നെയാണ്. അല്ലെങ്കിൽ ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് ഈ ട്രേഡിംഗ് സംവിധാനത്തിൽ ഇത്ര രൂപ ഇട്ടാൽ ഇത്ര രൂപ ഉണ്ടാക്കാൻ സാധിക്കും, 1 ലക്ഷം രൂപ ഇട്ടാൽ 10 ലക്ഷമാകും, 5000 ഇട്ടാൽ 1 ലക്ഷമാക്കാം, അങ്ങനെയുള്ള നിരവധിയായുള്ള വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്, നിരന്തരം കാണുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ആണ് കാണുന്നത്. ആളുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ നമ്മുടെ ആളുകൾക്ക്, പുതുതായിട്ട് ട്രേഡിംഗിലേക്ക് കടന്നു വരുന്ന ആളുകൾ അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് കടന്നു വരുന്ന ആളുകളിലേക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ചിന്ത, ഇത്തരത്തിൽ പൈസ ഉണ്ടാക്കാൻ സാധിക്കുമോ, അത് എങ്ങനെ നമുക്കും സംഭവിക്കാൻ അല്ലെങ്കിൽ നമുക്കും അത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. എന്റെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ ഈ ട്രേഡിംഗ് കാലഘട്ടത്തെ അനുഭവത്തെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ, ഇത്തരത്തിൽ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ സാധിക്കില്ല. 5000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി 500 രൂപയോ 1000 രൂപയോ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ അത് വളരെ എളുപ്പത്തിലല്ല, വളരെ കാലതാമസം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. ചില ആളുകൾക്ക് പെട്ടെന്ന് സാധിക്കും, പക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോ ഈ കണക്ക് പ്രകാരം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുള്ള സെബിയുടെ കണക്ക് പ്രകാരം 90% ആളുകളിലും ലോസ് ഉണ്ടാക്കുന്നു. ഇക്വിറ്റി ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ലോസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ കാലത്തെ റിസൾട്ട് പഠനം പറയുന്നത് 90% ആളുകളും ലോസ് ആണ് ഉണ്ടാക്കുന്നത്. 10% ആളുകൾക്ക് മാത്രമാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇത് വളരെ ശരിയായിട്ടുള്ള കാര്യം. അപ്പൊ ഈ 10% ആളുകൾക്ക് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ കിടത്തറിയാൻ നല്ല ജെനുവിൻ ആയിട്ടുള്ള ആളുകളുണ്ട്, ട്രേഡേഴ്സ് ഉണ്ട്, ലോസ് സംഭവിച്ച ലോസ് തുറന്നു കാണിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടാവും, പക്ഷെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ വരുമാനം അവർക്ക് ഡെയിലി ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു മെന്റൽ ഗെയിം എന്ന് പറയാം. ഇപ്പോ ഈ മെന്റൽ ഗെയിമിൽ നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട ഇമോഷൻസ്, സെൽഫ് ഡിസിപ്ലിനും സെൽഫ് കൺട്രോളും, അങ്ങനെയുള്ള കുറച്ച് ഇമോഷൻസ് നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാവണം. നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയാം, നമുക്ക് ആത്മവിശ്വാസം കൂടുതലായിട്ട് വന്നുകൊണ്ട് ഒരു കുഴപ്പം സംഭവിക്കില്ല, ട്രേഡിങ്ങിൽ എടുക്കാം, നമുക്ക് 5000 രൂപ വെച്ച് ട്രേഡ് ചെയ്യാം, ഒന്നും സംഭവിക്കില്ല. നമ്മുടെ അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയുമായി ബന്ധപ്പെട്ട് യൂണിഫ്യൂറിയ എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥയുമായി ബന്ധപ്പെട്ട് വന്ന് നിൽക്കുന്ന ട്രേഡേഴ്സ് ഉണ്ട്. ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം മാർക്കറ്റ് പ്രവചന അതീതമായിട്ടുണ്ടാകുന്ന സാധനങ്ങളാണ്. മാർക്കറ്റിൽ എപ്പോ വേണമെങ്കിലും ഹൈക്ക് ഉണ്ടാകാം, ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടാകാം, അല്ലെങ്കിൽ ടെക്നിക്കൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് മാർക്കറ്റിൽ എന്ത് സംഭവിക്കാം. ഇപ്പൊ 50,000 ഇട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഒരു NSE എന്തെങ്കിലും ഒരു തകരാറ് വന്ന, അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതുപോലെ തകരാറ് വന്നിട്ടുണ്ടായി. അപ്പോ അത്തരത്തിലുള്ള തകരാറുകൾ എപ്പോൾ വേണം സംഭവിക്കാം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരാതിരിക്കുക. അപ്പോൾ ഈ ഒരു മാനസിക അവസ്ഥ നമ്മൾ മാറ്റി വെക്കണം. എന്ത് സംഭവിക്കാം, അപ്പൊ നമ്മുടെ ക്യാപിറ്റലിൽ ഇത്ര ശതമാനം മാത്രമാണ് നമ്മൾ ഇതിനെതിരെ മാറ്റി വെക്കാൻ പാടുള്ളൂ. മുഴുവൻ സംഖ്യയും കൊണ്ട് നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇടാൻ പാടില്ല. ഈ ബ്രോക്കറുടെ ടർമിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കാം. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്തും ഏത് സമയത്തും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഫിയർ എന്ന് പറയുന്നത്, ഭയം എന്ന് പറയുന്ന കാര്യം. അമിതമായ നിയന്ത്രണം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ഫിയർ അല്ലെങ്കിൽ ഈ ഭയം. എന്തിന് നമ്മൾ അമിതമായിട്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഭയം ഉണ്ടാവുകയാണ്. നമ്മൾ ട്രേഡിംഗ് എടുത്തു, ഒരു ട്രേഡ് എടുത്തു, ഒരു കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ മേടിച്ചു. അപ്പോൾ ആ ഒരു മേഖലയിൽ നമ്മൾ മേടിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ അടുത്തൊക്കെ വന്ന് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഭയം ഉണ്ടാവും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ പോകുകയാണ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ പോകുന്നു. പക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ അടിക്കട്ടെ, അങ്ങനെ അടിക്കുവാണെങ്കിൽ നമുക്ക് ലോസ് വരും, ഒന്ന് ഉറപ്പാണ് നമുക്ക് ലോസ് വരും. പറ്റുന്ന നമ്മുടെ ടാർഗറ്റ് അടിക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഈ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്നല്ലെങ്കിൽ നമുക്ക് ലോസ് ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകും. അമിതമായ ഒരു ഭയമോ അല്ലെങ്കിൽ അമിതമായ നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ. ഒന്നല്ലെങ്കിൽ നമുക്ക് ലോസ് അടിക്കും, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് അടിക്കും. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത്യാഗ്രഹം എന്ന് പറയുന്ന സാധനമാണ്, ഗ്രീഡ് എന്ന് പറയുന്ന സാധനമാണ്. ഇപ്പൊ നമ്മൾ ഒരു ഓപ്ഷനിൽ ഒരു പുട്ട് ഓപ്ഷൻ മേടിച്ച് ബൈ ചെയ്തിട്ട് നമ്മൾ ഇരിക്കുവാണ്. ഈ പുട്ട് ഓപ്ഷൻ മേടിച്ച് ബൈ ചെയ്യുമ്പോൾ മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു, നല്ല രീതിയിൽ ഡൗൺ പോയി, നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ട്, ഒരു 10,000 20,000 പ്രോഫിറ്റ് നമ്മൾ കണ്ടോണ്ടിരിക്കുക നമ്മുടെ അപ്പൊ നമ്മൾ അതിനകത്ത് ആ ട്രെയിനിൽ നമ്മൾ എക്സിറ്റ് ചെയ്യണം. നമ്മുടെ ടാർഗറ്റ് അടിച്ച് നമ്മൾ എക്സിറ്റ് ചെയ്യണം. കാരണം മാർക്കറ്റ് നാളെ ഉണ്ടാവും, നാളെ നമുക്ക് ട്രേഡ് ചെയ്യാം, നാളെ പ്രോഫിറ്റ് കിട്ടും. ഒരു വലിയ രീതിയിലുള്ള ക്യാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോവാം. അപ്പോ അമിതമായ അത്യാഗ്രഹം നമ്മൾ കാണിക്കാതിരിക്കുക. നമുക്ക് ഒരു സാധനം 50,000 രൂപ പ്രോഫിറ്റ് കിട്ടി, ആ 50,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടങ്ങിയിരിക്കണം. ഒരു പ്രോഫിറ്റ് നമ്മളെ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ആ 50,000 റിസ്ക് എടുത്തുകൊണ്ട് വീണ്ടും ചിലപ്പോൾ ട്രേഡിംഗിലേക്ക് പോകാൻ നേരത്തെ അവിടെ നമുക്ക് ലോസ് വരാം, 25,000 ലോസ് വരാം. അപ്പൊ നമുക്ക് നഷ്ടം വരും. അപ്പൊ ഈ പോയ 27,000 പിടിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ട്രേഡ് ചെയ്യും.
അപ്പൊ വീണ്ടും ആ 25,000 കൂടി പോയിട്ട് ലോസ് വരും, പിന്നെ നമ്മുടെ ക്യാപിറ്റൽ പോകാൻ തുടങ്ങും. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ അത്യാഗ്രഹം കാണിക്കാതിരിക്കുക, അത്യാഗ്രഹത്തിന്റെ ആവശ്യമില്ല, കാരണം മാർക്കറ്റ് എല്ലാ ദിവസവും ഉണ്ട്. മറ്റൊന്ന് ഹോപ്പ് ആൻഡ് വിഷിംഗ് തിങ്കിങ് എന്ന് പറയുന്നതാണ്. നമ്മൾ ട്രേഡ് എടുത്ത് ഒരു കൺസൾട്ടേഷൻ കളിക്കുവാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്ന രീതിയിലാണ് നമ്മൾ ആ ഹോപ്പിന് കൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റോപ്പ് ലോസിന് അടുത്തെത്തിയാലും നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുത്താലും നമ്മൾ സ്റ്റോപ്പ് ലോസ് അടുപ്പിക്കാതെ അല്ലെങ്കിൽ ആ മുകളിലേക്ക് പോകുന്ന ചിന്ത, ഈ ഒരു പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കും. പക്ഷെ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ നമ്മുടെ ചിന്ത എന്താ, മാർക്കറ്റ് മുകളിലേക്ക് പോകും, ഇന്ന പ്രതീക്ഷ, നമ്മുടെ ഈ പ്രതീക്ഷ ഇത് മുകളിലേക്ക് പോകും എന്നുള്ള പ്രതീക്ഷ കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു ഹോപ്പ് ആൻഡ് വിഷിംഗ് തിങ് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇത്തരത്തിലുള്ള കുറച്ച് ഹ്യൂമൻ ഇമോഷൻസിനെ നമ്മുടെ ട്രേഡിങ് ബാധിക്കും. ഈ ഹ്യൂമൻ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ആൾ, അതാണ് ആദ്യം പറഞ്ഞ സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന കാര്യം. ഇത് തീർച്ചയായിട്ടും ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ട്രേഡിംഗിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മൾ ട്രേഡ് എടുക്കുവാണ്, ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഈ ലെവലിൽ നമ്മൾ ട്രേഡ് എടുക്കില്ല എന്ന് പറയും. പക്ഷെ നമുക്ക് ആ ഒരു പ്രീമിയത്തിൽ ഉണ്ടാകുന്ന ഹൈക്ക് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇത് ട്രേഡ് എടുക്കും. അപ്പൊ നമ്മളവിടെ ഉണ്ടാവുന്നത് നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയും. നമ്മുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്താൽ പോലും നമുക്ക് ഇന്ന സെറ്റപ്പിലാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ പാടുള്ളതെന്ന് മനസ്സിന് ഉറപ്പിച്ചാൽ പോലും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയം 9:15 ആ സമയത്ത് നമ്മളൊരു 3 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ സാധിക്കാതെ, അല്ലെങ്കിൽ 5 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ സാധിക്കാതെ ചാടിക്കറി ട്രേഡ് എടുക്കും. ജമ്പിന്റെ ട്രേഡ് എന്ന് പറയും. അത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ട്രേഡിലേക്ക് ഒരിക്കലും ജമ്പ് ചെയ്യാതിരിക്കുക. നമ്മുടെ നിലയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക. അപ്പൊ അതൊരു സെൽഫ് കൺട്രോളിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം തന്നെ, ഡിസിപ്ലിൻ ഇല്ലാതെ ട്രേഡ് എടുക്കുക. അപ്പൊ ആ ട്രേഡ് ലോസിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ലോസ് പോയ തുകയെ പിടിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ട്രേഡ് എടുക്കും. ഡിസിപ്ലിൻ ഇല്ലാതെ നമ്മൾ ട്രേഡ് എടുക്കും. കാരണം നമ്മുടെ ഒരു സെറ്റപ്പ് അല്ല, ആ സെറ്റപ്പ് അല്ലെങ്കിൽ പോലും നമ്മുടെ ലെവൽ അല്ലെങ്കിൽ പോലും, നമ്മളിപ്പോ വരച്ചു നിൽക്കുന്ന ഈ ലെവലൊന്നും അല്ല മാർക്കറ്റ് നിൽക്കുന്നെങ്കിൽ പോലും നമ്മൾ ട്രേഡ് എടുക്കും. അപ്പൊ നമ്മൾ ചിലപ്പോ ഒരു മുകളിലായിരിക്കും ട്രേഡ് എടുക്കുന്നത്, ഏകദേശം ഒരു മുകളിലായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കും. ഇപ്പൊ 19,960 നമ്മൾ മുകളിൽ ട്രേഡ് എടുക്കാൻ പോവാം. നമുക്ക് അവിടെ നോക്കിയ സൈക്കോളജിക്കൽ ആയിട്ട് ലെവൽ ഉണ്ട്, 19,100 എന്ന് പറയുന്ന ഒരു ലെവൽ, സൈക്കോളജിക്കൽ ലെവൽ ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നിരുന്നാൽ പോലും നമ്മുടെ ലോസ് അവിടെ കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് നഷ്ടം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ നഷ്ടത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും നമ്മുടെ മനസ്സിൽ എപ്പോൾ ഉണ്ടാക്കുക. അപ്പൊ ഈ ടെൻഡൻസിയെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ പൈസ നമ്മൾ ഇവിടെ ട്രേഡ് ചെയ്തു, ആ പൈസ ലോസിലേക്ക് പോയിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത് റിക്കവർ ചെയ്യണം. അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് കാര്യം. ഈ പൈസ റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രേഡ് എടുക്കും. അപ്പൊ നമ്മുടെ സെറ്റപ്പിന് നമ്മൾ മറന്നു കളയും. നമ്മുടെ സെറ്റപ്പിന് വേണ്ടിയിട്ടല്ല നമ്മൾ ട്രേഡ് എടുക്കുന്നത്, നമ്മൾ ഈ പൈസയെ റിക്കവർ ചെയ്യാൻ വേണ്ടി മാത്രം ട്രേഡ് എടുക്കും. അപ്പോൾ അത് മാർക്കറ്റ് ആ ട്രേഡ് നമുക്ക് നെഗറ്റീവിലേക്ക് വരും, നമുക്ക് എഗൻസ്റ്റ് വരും, നമുക്ക് ലോസ് വരും. അപ്പൊ നമ്മൾ തിരിച്ച് നമ്മൾ ഇവിടെ എത്തി നമ്മൾ എടുത്തിരിക്കുന്ന ട്രേഡ്, നമ്മൾ കോൾ ഓപ്ഷൻ എടുത്തിരിക്കുന്ന മാർക്കറ്റ് ഡൗണിലേക്ക് പോയി വീണ്ടും നമ്മൾ ട്രേഡ് എടുക്കും, കോൾ ഓപ്ഷൻ എടുക്കും. ചിലപ്പോൾ ഈ കോൾ ഓപ്ഷൻ ചിലപ്പോൾ കുറച്ച് മുകളിലേക്ക് പോയിട്ട് ഈ സെറ്റപ്പ് എല്ലാം ഡൗണിലേക്ക് വരുമായിരിക്കും. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ വീണ്ടും ട്രേഡ് എടുക്കാൻ പോവാ എന്ന് വിചാരിക്കുക. ഈ ഒരു ഭാഗത്ത് നമ്മൾ വീണ്ടും ട്രേഡ് എടുക്കുന്നു, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, മുകളിലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ചെന്ത് സംഭവിക്കുക, മുകളിലേക്ക് പോയിട്ട് വീണ്ടും മാർക്കറ്റ് നേരെ ചെറിയ രീതി മുകളിലേക്ക് പോകുന്നു, വീണ്ടും താഴത്തേക്ക് വരുന്നു. അപ്പൊ നമ്മുടെ എടുത്ത കോൾ ഓപ്ഷനും വീണ്ടും ലോസ് വരുന്നു. ആദ്യം നമ്മൾ കോൾ എടുത്ത് വീണ്ടും ലോസ് വരുന്നു. അപ്പൊ നമ്മൾ നേരെ പുട്ട് ഓപ്ഷൻ എടുക്കാൻ പോവാ. ഈ ലെവലിൽ നമ്മൾ പുട്ട് ഓപ്ഷൻ എടുക്കാൻ പോവാ. ഈ ലെവലിൽ പുട്ട് എടുക്കാൻ നേരത്തായിരിക്കും മാർക്കറ്റ് ഇവിടെ തന്നെ മുകളിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും ലോസ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസിപ്ലിൻ ഇല്ലാതെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹ്യൂമൻ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അത് അവർ കാലങ്ങളായിട്ട് ഈ ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ചില ആളുകൾക്ക് പെട്ടെന്ന് സംഭവിക്കാം, അപ്പൊ അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നില്ല. പക്ഷെ കണക്കുകളുടെ പ്രകാരം പറയുന്നത് 90% ആളുകൾക്ക് ലോസ് വരുന്നത് ഇത്തരത്തിലുള്ള ഹ്യൂമൻ ഇമോഷൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. എല്ലാം മനുഷ്യരാണ്, റോബോട്ടിക് ആയിട്ടുള്ള ട്രേഡുകളല്ല. ഹ്യൂമൻ ഇമോഷൻസിന്റെ ഭാഗമായിട്ടാണ് റീറ്റെയിൽ ട്രേഡേഴ്സ് ലോസ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്ത് പറയാൻ. ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല, ഡിസ്ലൈക്ക് അടിച്ചോ. ഓക്കെ.